മാധ്യമങ്ങളെ ക്രിമിനലുകൾ നിയന്ത്രിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ. മെസ്സിയുടെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചവരെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. റിപ്പോർട്ടർ ടിവിയും ഉടമകളും ആരോപണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എം.എസ്. വീണ ചേരുകയാണ്. വീണ, അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തിനുമുണ്ടായത്. രാജീവ് ചന്ദ്രശേഖർ എം.എൽ.എ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? കേരളത്തിൽ കായിക താരം മെസ്സിയെ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ അർജന്റീന ടീമിനെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർമാരായ റിപ്പോർട്ടർ ടിവിയുടെ ഉടമകളും ഒപ്പം തന്നെ മുൻ സർക്കാർ ഇടതുപക്ഷ സർക്കാരും നടത്തിയ ഇടപാടുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളടക്കമുണ്ട് എന്നുള്ള ആരോപണം ശക്തമായി ഉയരുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ശക്തമായിട്ടുള്ളൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ്. ജനങ്ങളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കുന്നതിനും ഒപ്പം തന്നെ പൊതുസമൂഹത്തിനടക്കം മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൃത്യമായിട്ടുള്ള സത്യസന്ധത പാലിക്കേണ്ടതും അനിവാര്യമാണ്. അത്തരത്തിലുള്ള കപടതകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും ഗൂഢാലോചന ആരോപണവും ഒക്കെ നിലനിൽക്കുമ്പോൾ ആ മാധ്യമ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനെയും വിശ്വാസ്യതയും അടക്കം ബാധിക്കുന്ന കാര്യങ്ങളാണ്. അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഉത്തരം ഇവർ നൽകേണ്ടതുണ്ട്. അത് മാത്രമല്ല, മരമുറി കേസിലടക്കം ആരോപണ വിധേയരായിട്ടുള്ളവരാണ് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമകൾ. അവർ ഇക്കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള മറുപടി പറയുന്നില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മടിക്കുന്ന സാഹചര്യമുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. ആ അന്വേഷണം വന്നാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരികയുള്ളൂ. മാത്രമല്ല, കൃത്യമായിട്ടുള്ളൊരു നിലപാട് വ്യക്തമാക്കാൻ ഈ റിപ്പോർട്ടർ ചാനൽ ഉടമകൾ തയ്യാറാക്കാത്ത സാഹചര്യത്തിൽ അത് സംശയത്തിന് ഇടയാക്കുന്നുമുണ്ട്. അതിനാൽ തന്നെ ആവശ്യമായിട്ടുള്ള നടപടികൾ അത് സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. ആരോപണങ്ങളിൽ നിന്ന് ഒരിക്കലും ഈ റിപ്പോർട്ടർ ചാനൽ ഉടമകൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അത് ജനങ്ങളെ പറ്റിക്കുന്ന രീതിയായി പോകും. ആ ജനങ്ങളെ പറ്റിക്കുക എന്നത് മാധ്യമ പ്രവർത്തനവുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാധ്യമ പ്രവർത്തനം എന്നത് നിയമത്തിന്റെ പരിരക്ഷ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് മുകളിലുള്ളതല്ല, നിയമത്തിന് ബാധകമാണ് മാധ്യമ സ്ഥാപനങ്ങളും. അതിനാൽ തന്നെ ഈ ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, അവർ ചെയ്ത നടപടികളിൽ വ്യക്തത വേണം. മാധ്യമ സ്ഥാപനത്തിൽ സുതാര്യതയും അതുപോലെ തന്നെ വസ്തുനിഷ്ഠയും സത്യസന്ധതയും ഒക്കെ വളരെ അനിവാര്യമാണെന്നും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ആ സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ്സുകളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് കൂടിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കെ.പി.